മുതൽ സംസ്ഥാനത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന പദമില്ല, പകരം പോലീസ് സേനാംഗം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ പോലീസ് സേനയിലെ ലിംഗവിവേചനം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേരള പോലീസിന്റെ പാസിംഗ് ഔട്ട് പരേഡിലെ പ്രതിജ്ഞാവാചകത്തിൽ മാറ്റം വരുത്തി. പരിശീലനം പൂർത്തിയാക്കി സേനയുടെ ഭാഗമായി പുറത്തേക്കിറങ്ങുന്നതിന്റെ മുന്നോടിയായുള്ള പാസിംഗ് ഔട്ട് പരേഡിൽ ചൊല്ലുന്ന പ്രതിജ്ഞാവാചകത്തിലെ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന വാക്കിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള വാക്യങ്ങളെല്ലാം പഴയപടി തന്നെ തുടരും. പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന പദം പുരുഷനെ സൂചിപ്പിക്കുന്ന വാക്യമാണെന്നും വനിതാ സേനാംഗങ്ങൾ ഇതേ പ്രതിജ്ഞ ചൊല്ലണമെന്നുമാണ് നിലവിലുണ്ടായിരുന്ന വിവേചനം. അഡീഷണൽ ഡയറക്ടർ ജനറൽ മനോജ് എബ്രഹാമാണ് ആഭ്യന്തര വകുപ്പിന് വേണ്ടി ജനുവരി 3-ന് ഇത് സംബന്ധിച്ച സർക്കുലർ ഇറക്കിയത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെന്ന നിലയിൽ എന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങളും ചുമതലകളും നിർവഹിക്കുമെന്നും സർവാത്മന പ്രതിജ്ഞ ചെയ്യുന്നു എന്നതിനു പകരം ഒരു പോലീസ് സേനാംഗം എന്ന നിലയിൽ എന്ന് മാറ്റം വരുത്തിക്കൊണ്ടാണ് ഉത്തരവ്. സിവിൽ പോലീസ് ഓഫീസർമാർ മുതൽ DGPമാർ വരെ വനിതകളായി വിവിധ തസ്തികകളിൽ ജോലിയിൽ തുടരുമ്പോൾ പുരുഷ മേധാവിത്വമുള്ള പ്രതിജ്ഞാവാചകം ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പുതിയ മാറ്റം. അതേസമയം വനിതകളുടെ സ്ഥാനപ്പേരിനൊപ്പം വനിത എന്ന് ഉപയോഗിക്കുന്നതിന് നേരത്തെ വിലക്കേർപ്പെടുത്തിയിരുന്നു. വനിതാ പോലീസ് കോൺസ്റ്റബിൾ, വനിതാ ഹെഡ് കോൺസ്റ്റബിൾ, വനിതാ SI, വനിതാ CI, വനിതാ DYSP എന്നിങ്ങനെ അഭിസംബോധന ചെയ്യുന്നതിനെയാണ് സംസ്ഥാന പോലീസ് മേധാവി 2011-ലെ ഉത്തരവ് പ്രകാരം നിരോധിച്ചത്. ലിംഗനീതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ബറ്റാലിയനിലും വനിതാ സേനാംഗങ്ങളെ ഹവീൽദാർ എന്ന് വിളിക്കണമെന്ന് നിർദ്ദേശമുണ്ടായി. 2020-ൽ സ്ത്രീ സൗഹൃദ വർഷമായി കേരള പോലീസ് ആചരിച്ചപ്പോൾ സ്ത്രീകളെ സൂചിപ്പിക്കുന്ന വിവേചന പദങ്ങൾ ഒഴിവാക്കാൻ അന്നത്തെ DGPയും കർശന നിർദ്ദേശം നൽകിയിരുന്നു.